നമസ്കാരം. പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായ ഹോർമൂസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം ബുധനാഴ്ച രാവിലെ പ്രാബല്യത്തിൽ വന്നതായി US സൈന്യം അറിയിച്ചു. ലോക ഭൂപടത്തിൽ ഒരു കടലിടുക്ക് മാത്രമാണ്. എന്നാൽ ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെ ഒഴുകുന്നത് വെറും കപ്പലുകളല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമാണ്. ആ കടലിടുക്കിന്റെ പേര് ഹോർമൂസ്. ഇന്നത് വീണ്ടും യുദ്ധക്കപ്പലുകളുടെ നിഴലിൽ വിറയ്ക്കുകയാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക നാവിക ഉപരോധം കൂടുതൽ ശക്തമാക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇനി കരയിലോ ആകാശത്തോ മാത്രമല്ല, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കും പടരുകയാണ്. ഒരു വെടിയേച്ച ഉയർന്നാൽ എണ്ണവില കുതിക്കും. ഒരു കപ്പൽ തടഞ്ഞാൽ ലോക വിപണികൾ വിറയ്ക്കും. ഒരു തെറ്റായ തീരുമാനമെടുത്താൽ അതിന്റെ ആഘാതം അനുഭവിക്കുക ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാധാരണ ജനങ്ങളാകും. അതുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ഓരോ നീക്കവും ഇന്ന് ലോകം ശ്വാസമടക്കി നിരീക്ഷിക്കുന്നത്. ഇറാന്റെ കപ്പലാക്രമണത്തിനുള്ള മറുപടിയായാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്കു കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നടപടി ഉണ്ടായത്. അതിന് തിരിച്ചടിയായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഭീഷണി മുഴക്കി. എണ്ണയും വാതകവും കയറ്റി അയക്കാൻ ഒന്നുകിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കുമാകണം, അല്ലെങ്കിൽ ആരെയും അനുവദിക്കില്ല എന്നാണ് IRGC പറഞ്ഞു വെച്ചത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഏപ്രിൽ USം തിരിച്ച് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂൺ 17-ന് ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ ഇരുഭാഗവും ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ രണ്ടാഴ്ചയായി ഹോർമൂസിലെ ബദൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഹോർമൂസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശം തങ്ങൾക്കാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ടോൾ ഈടാക്കാനും ലക്ഷ്യമിടുന്നു. ഹോർമൂസിലെ ഏക അംഗീകൃത പാത ഇറാൻ നിയന്ത്രണത്തിലുള്ളതാണെന്നും മറ്റു വഴികളിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുമെന്നുമാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുമെന്നും അതിനായി അവ ചരക്ക് മൂല്യത്തിന്റെ 20% ടോൾ നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഗൾഫ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റി. ടോൾ വാങ്ങില്ല എന്നും കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരമായി ഗൾഫ് രാഷ്ട്രങ്ങൾ USുമായി വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടയുകയോ അവിടെയുള്ള ഗതാഗതം ദീർഘകാലം തടസ്സപ്പെടുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ധന വില വർധന, ചരക്ക് ഗതാഗത ചെലവ് ഉയരൽ, പണപ്പെരുപ്പം, സാമ്പത്തിക സമ്മർദ്ദം തുടങ്ങിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഓരോ സൈനിക നീക്കവും ലോക സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലെ പോരാട്ടം ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തി പ്രകടനം മാത്രമല്ല, ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയും സമുദ്ര വ്യാപാരവും അന്താരാഷ്ട്ര നയതന്ത്രവും പരീക്ഷിക്കപ്പെടുന്ന വേദിയായി അത് മാറിക്കഴിഞ്ഞു. ഈ സംഘർഷം എത്ര നീളുന്നുവോ അത്രയും ലോക സമ്പദ് വ്യവസ്ഥയുടെ അനിശ്ചിതത്വവും വർദ്ധിക്കും. യുദ്ധക്കപ്പലുകൾക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. അവയ്ക്ക് ചെയ്യാനാകുന്നത് ഭയവും അനിശ്ചിതത്വവും മാത്രം വർദ്ധിപ്പിക്കാനാണ്. അതിനാൽ ഹോർമൂസിന്റെ തിരകളിൽ ഇനി മുഴങ്ങേണ്ടത് മിസൈലുകളുടെ ശബ്ദമല്ല, നയതന്ത്രത്തിന്റെ ഭാഷയായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു കടലിടുക്കിലെ പ്രതിസന്ധി ലോകത്തിന്റെ എല്ലാ തീരങ്ങളെയും ബാധിക്കുന്ന ആഗോള പ്രതിസന്ധിയായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല.